എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സൊല്യൂഷൻ സെൻട്രിക് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന 10 കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. അത് പലപ്പോഴും ഒരു സംരംഭകൻ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഒരു മാനേജറായിട്ട് നിൽക്കുന്ന ആൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഡോണ്ട് ഫോക്കസ് ഓൺ പ്രോബ്ലംസ്, ഫോക്കസ് ഓൺ ദ സൊല്യൂഷൻസ്. നമുക്ക് എല്ലാവർക്കും വേണ്ട സൊല്യൂഷൻസാണ്. ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ പ്രൊവൈഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരു ജോലി സ്ഥലം, ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും ചലഞ്ചസും ഉണ്ട്, ഓബ്സ്റ്റക്കിൾസും ഉണ്ട്. അതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം. എപ്പോഴും പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സൊല്യൂഷൻ സെൻട്രിക് മൈൻഡ് സെറ്റുള്ള ആളുകളാണ് അവിടെ ഉള്ളതെങ്കിൽ ഈ ചലഞ്ചുകളെയൊക്കെ പലപ്പോഴും അവസരങ്ങളായി മാറ്റും. അത് ഗ്രോത്തിനും പുതിയ ഇന്നോവേഷനും പുതിയ കണ്ടെത്തലുകൾക്കും ഒക്കെ സഹായകരമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട 10 കാര്യങ്ങളിൽ ആദ്യത്തേത് അഡോപ്റ്റ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്നുള്ളതാണ്. അതായത് ഒന്ന് പരിഹാരം കാണാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റിവിറ്റിയും മറ്റുള്ള കാര്യങ്ങൾ സ്ഥായിയായിട്ട് നിൽക്കാൻ പെർസിവറൻസിനും ഒക്കെ സഹായിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടി അങ്ങ് നിൽക്കുക. എന്ത് പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരെയാണ് എല്ലാവർക്കും ഒരു പ്രശ്നം വരുമ്പോൾ ഓടി വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലൊരു വ്യക്തിയായി മാറുക. രണ്ടാമത്തെ കാര്യം സ്റ്റേ കമ്പോസ്ഡ്. അതായത് ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്താണ് പലപ്പോഴും പലരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല. അതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരല്പസമയം ഒന്ന് ശാന്തമായിട്ടിരിക്കുക, ഒരു ബ്രീത്തൊക്കെ എടുത്ത് നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഒരു കാമായിട്ടുള്ള മൈൻഡ്, ഇത് എഫക്റ്റീവായിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിന് ഏറ്റവും ആവശ്യമാണ്. എടുത്ത് ചാടി റിയാക്ട് ചെയ്യുക എന്നുള്ളതല്ല, ആലോചിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ബ്രേക്ക് ഇറ്റ് ഡൗൺ. അതായത് വലിയ പ്രശ്നമാണ് ഉണ്ടായിരിക്കണമെങ്കിൽ അതിനെ ഒന്ന് ചെറിയ ചെറിയ രൂപത്തിലായിട്ട് അതിനെ ഒന്ന് തരംതിരിക്കുക. അപ്പോൾ തന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാനേജബിൾ ആയിട്ടുള്ള ടാസ്കുകളായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഇത് ഇഷ്യൂകളെ കുറച്ചും കൂടെ ചെറുതായി കാണാനും കുറച്ചും കൂടെ ലളിതമായിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാനും സഹായിക്കും. അടുത്തത് ഫോക്കസ് ഓൺ കൺട്രോളബിൾസ്. അതായത് പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. നമ്മുടെ കയ്യിൽ നിൽക്കാവുന്ന കുറേ കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് സ്വാധീനിക്കാവുന്ന ആളുകൾ, സ്വാധീനിക്കാവുന്ന കാര്യങ്ങൾ, അതിലൊന്ന് ഫോക്കസ് ചെയ്യുക. എന്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരിക്കലും നടക്കാത്ത കാര്യത്തിൽ സ്ട്രെസ്സ് എടുത്ത് പോയിട്ട് കാര്യമില്ല. അടുത്തത് എൻകറേജ് ക്രിയേറ്റിവിറ്റി. നമുക്ക് പലപ്പോഴും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യണമെങ്കിൽ എന്നും അറിയാവുന്ന ചില മെത്തേഡ് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതല്ല, ക്രിയേറ്റീവായിട്ടൊന്ന് ചിന്തിക്കുക. വ്യത്യസ്തമായ എന്തെങ്കിലും മാർഗം കണ്ടെത്താൻ പറ്റുമോ, അങ്ങനെയും ഒന്ന് ആലോചിക്കുക. അടുത്തത് സീക്ക് ഡൈവേഴ്സ് പേഴ്സ്പെക്റ്റീവ്സ്. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കൊന്നും കഴിവില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്നായിരിക്കും നല്ല ആശയങ്ങളും നല്ല ചിന്തയൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പലരുടെയും കാഴ്ചപ്പാടുകളൊന്ന് സംയോജിപ്പിച്ച് നമുക്ക് മികച്ച തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നും കൂടെ ചിന്തിക്കുക. കൊളാബറേഷൻ, അതായിരിക്കും പലപ്പോഴും നല്ല സൊല്യൂഷൻസിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അടുത്തത് കമ്മിറ്റ് ടു കണ്ടിന്യൂസ് ലേണിംഗ്. സ്ഥിരമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന മൈൻഡ് സെറ്റുള്ളവർ. ദ മോർ യു ലേൺ, നമ്മൾ കൂടുതൽ എക്യുപ്ഡ് ആയിരിക്കും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ. സ്ഥിരമായി കസ്റ്റമർ ചോദിക്കാൻ സാധ്യതയുള്ള FAQ RAQ എന്നൊക്കെ പറയും. ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ, റെയർലി ആസ്ക് ക്വസ്റ്റ്യൻ. ഇതൊക്കെ സ്വായത്തമായിട്ടുള്ള ആളുകൾക്ക് അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതുപോലെ സ്ഥിരമായിട്ടൊരു സ്ഥാപനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഷ്യൂസോ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഏത് കാര്യത്തെയും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ബിൽഡ് റെസിലിയൻസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചലഞ്ചസും പ്രശ്നങ്ങളും ഒക്കെ സ്ഥാപനങ്ങളുണ്ടാവും. അതിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റണമെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റണം. എത്രയും വേഗം പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റണം. അതിനുള്ള കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കൂടുതൽ ശക്തനായി മുന്നോട്ട് കൊണ്ടുവരാൻ, തിരിച്ചു വരാനൊക്കെ സഹായിക്കുന്ന കാര്യമാണ് റെസിലിയൻസ്. ഇനി നമ്മൾ സംസാരിക്കുന്ന 9ാമത്തെ പോയിൻ്റാണ് സ്റ്റേ ഓർഗനൈസ്ഡ്. നമുക്ക് ഒരുപാട് ചിന്തകളും ഒരുപാട് ആശയങ്ങളും പ്ലാനുകളും ഒക്കെ വരും പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാം. ഇതിനെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യണം. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ പ്ലാൻസ്, ഇതിനെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആക്കുക. അപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാകും നമുക്ക്. ആ ക്ലാരിറ്റിയാണ് ഇഫക്റ്റീവ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫൈനലി റിഫ്ലക്റ്റ് ആൻഡ് അഡാപ്റ്റ്. നമ്മൾ എന്തെങ്കിലും സൊല്യൂഷൻസൊക്കെ ഒരു പ്രോബ്ലത്തിന് കണ്ടെത്തി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്ത കാര്യത്തിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഒന്ന് വിലയിരുത്തുക. സക്സസ് ആവട്ടെ ഫെയിലിയർ ആവട്ടെ അതിൽ നിന്ന് പഠിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് അഡാപ്റ്റബിൾ ആവുക, ഇഴുകി ചേർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഫ്ലെക്സിബിളായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക. ഈ 10 കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. വളരെ പ്രാക്ടിക്കൽ അല്ലേ?
പലപ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രശ്നം എന്ന് പറഞ്ഞ് ഓടുന്ന സമയത്ത് സൊല്യൂഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് മൈൻഡ് മാറ്റാനും ഈ പറഞ്ഞ 10 കാര്യങ്ങളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി വർക്ക് റൂട്ടീനിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഒരു സൊല്യൂഷൻ സെൻട്രിക് മൈൻഡ് സെറ്റായി മാറുകയും നമുക്ക് ഏത് പ്രശ്നങ്ങളെയും എന്ത് ചലഞ്ചുകളെയും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ഇന്നോവേഷനും സക്സസ്സും ഒക്കെ ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ദയവായിട്ട് ഡെയിലി റൂട്ടീനിൽ കൊണ്ടുവരിക. താങ്ക് യു.